ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാന്റെ 2000 രൂപ ലഭിക്കുന്ന കർഷകരും കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള PM കിസാനിൽ അംഗമല്ലാത്ത കർഷകരും ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരുന്നു. നിലവിൽ നിരവധി പേർ ഇത്തരത്തിൽ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മാർച്ച് 31 തീയതി വരെ സമയമിപ്പോൾ ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ കർഷകരും ഖദർ ആപ്പിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പെത്തി. ഖദർ ആപ്പിൽ കർഷകർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ കൃഷിഭവൻ പരിധിയിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും അതോടൊപ്പം മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുമൊക്കെ ഇത്തരത്തിൽ അറിയിപ്പുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ എത്തിച്ചേർന്ന് ഖദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. കാർഷിക വകുപ്പ് വികസിപ്പിച്ചെടുത്ത ഖദർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകർക്ക് ഒന്നിലധികം സേവനങ്ങൾ ലഭിക്കുന്നുവെന്നത് വലിയൊരു പ്രത്യേകതയാണ്. കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷകൾക്ക് വേണ്ടിയും അതോടൊപ്പം വിളനാശം സംഭവിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയും അപേക്ഷ കൊടുക്കുവാനും അതോടൊപ്പം PM കിസാൻ നിധിയുടെ 2000 രൂപ പോലുള്ള പദ്ധതികളുടെ ആനുകൂല്യം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇതൊരു പ്രധാന രേഖയായി മാറ്റപ്പെടുകയാണ്. ഖദർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫാർമർ ID ക്രിയേറ്റ് ആകും. ഓരോ കർഷകനെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഏകീകൃത സംവിധാനമാണിത്. നമ്മളുടെ കൃഷിഭൂമി വിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം ഫാർമേഴ്സ് ID, അതായത് ഒരു ID കാർഡ് ജനറേറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട്. ആ റിക്വസ്റ്റ് നമ്മുടെ കൃഷിഭവനിലേക്ക് എത്തിച്ചേരുകയും ഉദ്യോഗസ്ഥർ അത് വെരിഫൈ ചെയ്യുകയും ഒടുവിൽ ഇത് നമുക്ക് അപ്രൂവ് ആകുമ്പോൾ ഈ ID കാർഡ് ജനറേറ്റ് ആയി നമുക്ക് നൽകുന്നതുമായിരിക്കും. ഭാവിയിൽ ഇതൊരു പ്രധാന തിരിച്ചറിയൽ രേഖയായി മാറ്റപ്പെടുക കൂടി ചെയ്യും. ഖദർ രജിസ്ട്രേഷന് വേണ്ടി കൃഷിഭൂമി സംബന്ധിച്ച കരമടച്ച രസീത്, കർഷകന്റെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, കർഷകന്റെ ഫോട്ടോ തുടങ്ങിയ രേഖകളാണ് പ്രധാനമായും വേണ്ടത്. ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് വ്യത്യസ്ത കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവരെല്ലാം ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡുവായ 2000 രൂപ ഫെബ്രുവരി 24 തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുകയാണ്. എന്നാൽ ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഈ ആനുകൂല്യം മുടങ്ങുമോ എന്ന സംശയമുണ്ട്. എന്നാൽ PM കിസാന്റെ ഇപ്പോൾ വിതരണം ചെയ്യുന്ന 19ാം ഗഡു ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കും. അതായത് നിങ്ങൾക്ക് ഈ ആനുകൂല്യം കർഷക ID എടുക്കാത്തത് മൂലം തടസ്സപ്പെടില്ല. എന്നാൽ ഭാവിയിലേക്ക് ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ ഖദർ ആപ്പ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയേക്കാം. അതിനാൽ മാർച്ച് 31 മുൻപായി ഖദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.